ആത്മീയ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന തൃശൂർ ചാലക്കുടിയിലെ ഡിവൈൻ ധ്യാന കേന്ദ്രം മാതൃകയെന്ന് മുഖ്യമന്ത്രി. നിർധനരായ 50 കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും കൈമാറുന്ന ചടങ്ങിലായിരുന്നു പ്രശംസ. ചടങ്ങിൽ 14 സാന്ത്വന കേന്ദ്രങ്ങളുടെ 25ാം വാർഷികവും വയോമിത്രം പുനരധിവാസ പദ്ധതിയുടെ ശിലാഫലക അനാച്ഛാദനവും നടന്നു. ഫാദർ അഗസ്തീൻ വല്ലൂരാന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ആലപ്പുഴ അരൂർ തുറവൂർ ദേശീയപാതയിൽ കൂടുതൽ ഹോംഗാർഡുകളെ വിന്യസിക്കാനും ഹൈറ്റ് ബാർ സ്ഥാപിക്കുന്ന കാര്യം പരിശോധിക്കാനും തീരുമാനമായി. എലിവേറ്റഡ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പാതയിൽ കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനവും കർശനമാക്കും. തൃശൂരിൽ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച അദാലത്തിൽ 22 പരാതികൾ പരിഹരിച്ചു. 64 പരാതികളിൽ നിന്നായി 8 എണ്ണത്തിൽ പോലീസ് റിപ്പോർട്ട് തേടി. ബാക്കി പരാതികൾ അടുത്ത മാസം നടക്കുന്ന അദാലത്തിലേക്ക് മാറ്റിവെച്ചു. കേരള വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന അദാലത്തിൽ അഭിഭാഷകരായ സജിത അജിത്, സുനിത, AK വിനോദ്, കൗൺസിലർ മാലാ രമണൻ എന്നിവർ പരാതികൾ പരിശോധിച്ചു. തൃശൂർ വാണിയംപാറയിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ നിലയിൽ. വാണിയംപാറയിൽ നിന്നും മണിയൻ കിണറിലേക്ക് പോകുന്ന വഴിയിലാണ് ജഡം കണ്ടെത്തിയത്. ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഫെൻസിംഗിന് സമീപം. പാലക്കാട് പരുതൂർ മുടപ്പക്കാട് വീട്ടിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. പാമ്പ് പിടുത്തക്കാരൻ കൈപ്പുറം അബ്ബാസ് എത്തി പാമ്പിനെ പിടികൂടുകയും പാമ്പിന്റെ വയറ്റിൽ നിന്നും 16 കോഴിമുട്ടകൾ പുറത്തെടുക്കുകയും ചെയ്തു. ട്രെയിനിൽ നിന്നും യാത്രക്കാരുടെ ഐഫോണും പണവും മോഷ്ടിച്ചയാൾ പിടിയിലായത് കണ്ണൂർ സ്വദേശി മുകേഷ്. മോഷ്ടിച്ചത് തിരുവനന്തപുരം സ്വദേശിനിയുടെ 1.5 ലക്ഷത്തോളം രൂപയുടെ ഐഫോണും 3500 രൂപയും. പിടിയിലായത് മോഷ്ടിച്ച ഫോൺ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ. തൃശൂർ ആളൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച നീന്തൽ പരിശീലന ക്യാമ്പിന് സമാപനമായി. പരിശീലനം നടന്നത് കേരള ഫീൽഡ്സിന് സമീപമുള്ള പന്തലിച്ചിറയിൽ. ആലപ്പുഴ നീരേറ്റുപുറം പമ്പ ജലമേളയിൽ തലവടി ചുണ്ടൻ ജേതാവായി. ജലോത്സവം മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. വള്ളംകളിക്ക് മുന്നോടിയായി നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ആന്റണി MP നിർവഹിച്ചു. തൃശൂർ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. 22 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ കാലത്ത് ആരുടെയും കിടപ്പാടം ബഫർ സോണിൽ ഉൾപ്പെടില്ലെന്ന് CPIM ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ. വനമേഖലകൾ മാത്രം ഉൾപ്പെടുത്തി ബഫർ സോൺ പരിമിതപ്പെടുത്തുമെന്നും ജനവാസ മേഖലകൾ പൂർണ്ണമായും ഒഴിവാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.